നസ്കർ പുറമെ പ്രതിഷേധങ്ങളൊന്നുമില്ലെങ്കിലും CPIM സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പല CPM നേതാക്കളും അതൃപ്തരാണ്, അസംതൃപ്തരാണ്. തനിക്ക് സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവ് G. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും സുധാകരനെതിരെ പാർട്ടി നടത്തിയ സമ്മേളനം സംഗതി വഷളാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പരസ്യമായ രംഗത്ത് വരാത്ത പലരും തികഞ്ഞ അതൃപ്തിയിലാണ്. മത്സരിക്കാൻ താനില്ല എന്ന് പാർട്ടിയെ അറിയിച്ച മുഖ്യമന്ത്രിയായി പോലും പരിഗണിക്കപ്പെടുന്ന KK ശൈലജയെ ബോധപൂർവം പേരാവൂരിലേക്ക് സണ്ണി വക്കീലിനെ നേരിടാൻ നിയോഗിച്ചത് തോൽവി ഉറപ്പാക്കി രാഷ്ട്രീയ അഭയാർത്ഥിയാക്കി മാറ്റാനാണ്. ശൈലജയോടുള്ള പിണറായി വിജയന്റെ വിരോധം നമുക്കൊക്കെ പണ്ടേ വ്യക്തമായി അറിയാം. ആദ്യ പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും അധികം പേരെടുത്ത ശൈലജ ടീച്ചർ തൻ്റെ യശസ് തട്ടിക്കൊണ്ടുപോയി എന്ന് ആശങ്കപ്പെട്ട പിണറായി ശൈലജയെ ബോധപൂർവമാണ് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി തോൽപ്പിച്ച് വീട്ടിലിരുത്തിയത്. എന്നിട്ടും പക തീരാതെ മട്ടന്നൂരിൽ നിന്നും ശൈലജ ടീച്ചറിനെ കൊണ്ടുപോയി കോൺഗ്രസ് ഉറപ്പായും കണ്ണൂരിൽ ജയിക്കുന്ന 2 സീറ്റുകളിൽ ഒന്നായ പേരാവൂരിൽ സ്ഥാപിച്ചത് ശൈലജ ടീച്ചറിനെ ദയാവധം ഉറപ്പാക്കാനാണ്. അതേസമയം ഇടതനുകൂലിയായ ഒരു പ്രവാസി വ്യവസായിയുടെ ജീവൻ എടുക്കാൻ കാരണക്കാരിയായ PK ശ്യാമള എന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് CPMന്റെ ഉറച്ച സീറ്റായ തളിപ്പറമ്പ് നൽകിയിരിക്കുന്നു. പെരുമാറ്റത്തിലും സംസാരത്തിലും പോലും ധാർഷ്ട്യവും അഹങ്കാരവും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന PK ശ്യാമളയെ നിർത്തി പാർട്ടി സഖാക്കളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയാണ് CPM ഏറ്റെടുത്തിരിക്കുന്നത്. തലശ്ശേരിയിലെ MLA ആയ ഷംസീറിനോട് ചെയ്തതും ഇത് തന്നെയാണ്. ഷംസീറിന് മന്ത്രിസ്ഥാനം കൊടുക്കാതെ അവസാന നിമിഷം വരെ ഇട്ടോടിച്ച് ഒടുവിൽ പേരിനൊരു സ്പീക്കർ സ്ഥാനം കൊടുത്ത് ഒതുക്കി മൂലയിലിരുത്തിയിരിക്കുന്നു. അതിനേക്കാൾ കഠിനമായത് CPMന്റെ സൈബർ ഇടത്തിലെ ദൈവങ്ങളായി മാറിയിരുന്ന M. സ്വരാജിനെയും ജെയ്ക് C. തോമസിനെയും P. സരിനെയും ചിന്താ ജെറോമിനെയും ആര്യ രാജേന്ദ്രനെയും ഒക്കെ ചവിട്ടിത്തേച്ചതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ CPMന്റെ ഉദിച്ചുയരുന്ന നക്ഷത്രമെന്നാണ് കണക്കാക്കിയിരുന്നത്. ചതുരവടിവ് ഭാഷയിൽ സംസാരിച്ച് വാഴക്കൊലയിൽ ഡോക്ടറേറ്റ് നേടിയ ചിന്താ ജെറോമിന് കുണ്ടറ സീറ്റെങ്കിലും കൊടുക്കുമെന്ന് കരുതിയെങ്കിലും ഇക്കുറി ചവിട്ട് കിട്ടി. തൃപ്പൂണിത്തറയിൽ തോറ്റ സ്വരാജിൻ്റെ 2ാം തോൽവി ഉറപ്പാക്കിയത് നിലമ്പൂരായിരുന്നെങ്കിൽ ഇക്കുറി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പോലും ഇടം നൽകിയില്ല. മത്സരിക്കാൻ താല്പര്യമില്ലാത്ത KT ജലീലിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതും അനേകം ആരോപണങ്ങൾ നേരിട്ടിട്ടും കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് കൊടുക്കുന്നതും പാർട്ടി ജില്ലാ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടും V. ജോയിക്ക് സീറ്റ് കൊടുത്തതുമൊക്കെ CPMൽ പുത്തരിയല്ലാതിരിക്കുമ്പോഴാണ് പല പ്രധാനപ്പെട്ട നേതാക്കളെയും ചവിട്ടിയൊതുക്കിയത്. അങ്ങനെ ചവിട്ട് കിട്ടിയ പല നേതാക്കളും അതൃപ്തരാണ്. അവരിൽ പലരും സുധാകരനെ പോലെ അതൃപ്തി രേഖപ്പെടുത്തി മുമ്പോട്ട് വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. CPM ഇല്ലാതൊരു ജീവിതം സ്വപ്നം കാണാൻ കഴിയാത്ത നേതാവാണ് MM മണി. അത്രയും മുതിർന്ന നേതാവിന് പോലും അതൃപ്തി മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. നേരത്തെ സീറ്റ് നിഷേധിക്കപ്പെടും എന്ന പത്രവാർത്തകൾ വന്നപ്പോൾ MM മണി പറഞ്ഞത് തൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല, തന്നേക്കാൾ അനാരോഗ്യമുള്ള പലരും പാർട്ടിയിലുണ്ട്, അതുകൊണ്ട് താൻ മത്സരിക്കത്തില്ല ആരോഗ്യ കാരണങ്ങളാൽ എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ്. പാർട്ടി ഇതുവരെ ഈ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി ഇതുവരെ ചർച്ച നടത്തിയായിട്ട് പോലും എനിക്കറിയില്ല. അത് മത്സരിക്കുന്ന വേണ്ടെന്നൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുക. ഞാൻ ഒരു ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള പോലുള്ള ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട് എനിക്ക്. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉള്ളതാണ്. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ജയചന്ദ്രനെ പാർട്ടി തീരുമാനിച്ചാൽ ജയചന്ദ്രൻ മത്സരിക്കും. പിണറായി വിജയൻ ഉദ്ദേശിച്ചായിരുന്നു MM മണിയുടെ ഒളിയമ്പെ എന്ന് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും മണി ഒടുവിൽ ഒഴിവാക്കപ്പെട്ടു. മണിക്ക് പകരം നിയോഗിച്ചിരിക്കുന്ന KK ജയചന്ദ്രൻ ഇതിനേക്കാൾ ഗുരുതരാവസ്ഥയിൽ നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അതിൻ്റെ അസ്വസ്ഥത മണി പരസ്യമായി പറയുന്നില്ലെങ്കിലും ബോധപൂർവം തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു ചർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ പിണറായി കഷ്ടപ്പെട്ട് ശേഖരിക്കുന്ന ഹിന്ദു വോട്ടുകളെ ഇല്ലാതാക്കാൻ മണി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സർക്കാർ പരസ്യം ആവശ്യത്തിലധികം വാങ്ങി തടിച്ചു കൊഴുത്തിരിക്കുന്ന മാധ്യമങ്ങൾ, അത് ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ, അവർ തൊട്ടുനോക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഏറ്റവും വൃത്തികെട്ട ഒരു പ്രസ്താവനയുമായി ഈ സമയത്ത് മണി രംഗത്ത് വന്നത് പിണറായിക്ക് പണി കൊടുക്കാൻ തന്നെയാണ് എന്ന് തീർച്ച. MM മണി ഒരു അഭിമുഖത്തിൽ
അയ്യപ്പ ഭഗവാനെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുക തന്നെ വേണം, അതിനെതിരെ നിൽക്കുന്നത് ശരിയല്ല, അയ്യപ്പൻ എന്താ ഛർദ്ദിച്ചുണ്ടായതാണോ, അയ്യപ്പനും സ്ത്രീയുടെ വയറ്റിൽ തന്നെ ഉണ്ടായതല്ലേ എന്ന് ചോദിച്ചാണ് അയ്യപ്പ വിശ്വാസികളെ വേദനിപ്പിച്ചുകൊണ്ട് എം എം മണി രംഗത്ത് വന്നത്. അയ്യപ്പനെ സ്ത്രീ പ്രസവിച്ചതില്ലേ, പ്രസവിച്ചതാണെന്നാണല്ലോ ചരിത്രം, അല്ല ഛർദ്ദിച്ചതല്ലല്ലോ. അയ്യപ്പനെ എം എം മണിയെ സ്ത്രീ പ്രസവിച്ചത്, എൻ്റെ അമ്മ പ്രസവിച്ചതാണ്. ഈ രാജ്യത്ത് എല്ലാവരും ജനിച്ചത് അങ്ങനെയാണ്, അച്ഛനും അമ്മയും ഇണചേർന്ന് അമ്മമാർ പ്രസവിച്ച് ഉണ്ടായതാണ്. അയ്യപ്പനും അങ്ങനെ ഉണ്ടായത്. പിന്നെ സ്ത്രീയെ നിരോധിക്കുന്നതിൽ എന്താ കാര്യം? എനിക്ക് എൻ്റെ യുക്തി മനസ്സിലായി. എല്ലാ കാര്യത്തിനും സ്ത്രീ വേണം, പിന്നെ എന്തിന്? എൻ്റെ ചിന്തയല്ല, സാമാന്യ തത്വം പറ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആവേശത്തോടുകൂടി പിണറായിയും CPM നേതാക്കളും എടുത്ത നിലപാട് തിരുത്താൻ പാടുപെടുന്ന പിണറായിയെ നമ്മൾ കണ്ടതാണ്. ശബരിമലയിലെ ശാപം മാറ്റാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ തട്ടിക്കൂട്ട് പരിപാടി നടത്തി കോടികൾ അടിച്ചു മാറ്റിയതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അന്ന് പിണറായിക്ക് കുട പിടിച്ചവരൊക്കെ പലപ്പോഴായി ജയിലിലായി. കടകംപള്ളി സുരേന്ദ്രൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ ആ പാപമെല്ലാം പരിഹരിക്കാൻ വേണ്ടി അന്ന് ബലം പിടിച്ച് ഭരണഘടനാ സംരക്ഷണമെന്ന് പറഞ്ഞ CPIM, ആ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ദേവസ്വം ബോർഡും അയ്യപ്പൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത് തലയൂരി നിൽക്കുമ്പോഴാണ് എം എം മണി അയ്യപ്പനെ അപമാനിച്ചുകൊണ്ട് ഛർദ്ദിച്ചുണ്ടായതാണോ എന്ന വൃത്തികെട്ട ചോദ്യവുമായി രംഗത്ത് വന്നത്. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ മാളികപ്പുറത്തമ്മ ആരുമില്ലാത്ത സമയം നോക്കി അയ്യപ്പൻ്റെ അടുത്ത് പോയി വിവാഹം കഴിച്ച് അയ്യപ്പന് മാളികപ്പുറത്തമ്മയും സുഖമായി ജീവിക്കുന്നു, അയ്യപ്പൻ്റെ പാതിവൃത്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി യുവതികൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ പൂമരനായ സ്വരാജിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ എം എം മണിയും. പക്ഷേ എന്തുകൊണ്ടോ ഹിന്ദു സംഘടനകളോ BJPയോ പോലും ഇത് ചർച്ചയാക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ CPMന് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ആർക്കൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ടാവാം ഇത്രയും വൃത്തികെട്ട പ്രസ്താവന എം എം മണി ചെയ്തിട്ടും ആരും മിണ്ടാതിരിക്കുന്നത്. എം എം മണി ഈ പ്രസ്താവന അറിയാതെ പറഞ്ഞതല്ല, ബോധപൂർവം പറഞ്ഞതാണ് എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പിൽ പിണറായി അയ്യപ്പനെ തന്നെയാണ് വട്ടം പിടിച്ചിരിക്കുന്നതെന്നും ഹിന്ദു പ്രീണനമാണ് ലക്ഷ്യമെന്നും മനസ്സിലാക്കി തന്നെയാണ് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് എം എം മണി രംഗത്ത് വന്നത്. ആരോഗ്യത്തിൻ്റെയും പ്രായത്തിൻ്റെയും പേര് പറഞ്ഞ് തന്നെ അങ്ങ് മൂലക്കിരുത്തി ഉണ്ടാക്കാനിറങ്ങിയ പിണറായി വിജയൻ അങ്ങനെ അങ്ങ് അനുഭവിക്കേണ്ട എന്ന മണിയുടെ പിടിവാശി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനയുടെ പിന്നിൽ. ഇങ്ങനെ പല നേതാക്കളും പിന്നിൽ നിന്ന് കുത്തുന്ന ദിനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് തീർച്ച.